അനുകരണ കലയുടെ സകല സാധ്യതകളും പയറ്റിയ ശേഷം മലയാള സിനിമയുടെ ഒഴിവാക്കാനാകാത്ത ഘടകമായി മാറിയ നടന്മാരിൽ മുമ്പനാണ് സുരാജ് വെഞ്ഞാറമൂട്. മിമിക്രി മുന്നോട്ട് വെച്ച സാധ്യതകളെ എത്ര ഫലവത്തായിട്ടാണ് ഈ കലാകാരൻ ഉപയോഗപ്പെടുത്തിയതും തന്റെ അഭിനയ മികവിനെ തുടച്ചു മിനുക്കി വെള്ളിത്തിരയിൽ എത്തിച്ചതെന്നും അറിയണമെങ്കിൽ സുരാജ് അവതരിപ്പിച്ച വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതിയാകും. മലയാള സിനിമാവേദിയിൽ ചിരിയും ചിന്തയും ഒരുമിച്ച് സമ്മാനിച്ച അപൂർവ കലാകാരന്മാരിൽ ഒരാളാണ് സുരാജ്. 100-ലധികം ചിത്രങ്ങളിൽ നിറഞ്ഞാടിക്കഴിഞ്ഞ ഈ കലാകാരന്റെ യാത്ര കടുത്ത പരിശ്രമത്തിന്റെ കൂടി കഥയാണ്. പൊട്ടിച്ചിരിപ്പിക്കാനും കണ്ണു നനയിക്കാനും ആവേശത്തോടെ കൈയടിപ്പിക്കാനും പോകുന്ന എത്രയെത്ര കഥാപാത്രങ്ങൾ ഇതിനകം സുരാജ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ നിസ്സഹായതകളെ ആഴത്തിൽ പകർത്താൻ കഴിയുന്ന അഭിനേതാവെന്ന നിലയിൽ സുരാജ് സ്വന്തമായൊരു സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുത്തിരിക്കുകയാണ്. ജൂൺ 30-ന് 50-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സുരാജ് വെഞ്ഞാറമൂട് തന്റെ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സുരാജ് അനുകരണ പരിപാടികളിലൂടെ തന്റെ തനതായ ശൈലി തെളിയിച്ചു. ആദ്യ ചിത്രമായ ജഗപുകയിലൂടെ ഒരു ഹാസ്യ നടന്റെ വരവറിയിച്ചു. തിരുവനന്തപുരത്തിന്റെ ഭാഷാഭാവങ്ങളെ അല്പം അതിശയോക്തിയോടെ അവതരിപ്പിക്കുന്ന ശൈലി വിമർശനങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ അവതരണത്തെ ജനസമൂഹത്തിൽ കൂടുതൽ അടുപ്പിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അറബിക്കഥ, ഇവർ വിവാഹിതരായാൽ, അണ്ണൻ തമ്പി, വെറുതെ ഒരു ഭാര്യ, ലോലിപോപ്പ്, ഗുലുമാൽ, സകുടുംബം ശ്യാമള, ആദാമിന്റെ മകൻ അബു എന്നീ ജനപ്രിയ സിനിമകളിലൂടെ ഹാസ്യത്തിന്റെ വിവിധ വർണ്ണങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച സുരാജ് ഡ്യൂപ്ലിക്കേറ്റ്, തസ്കര ലഹള പോലുള്ള ചിത്രങ്ങളിൽ നായകനായും നിറഞ്ഞു നിന്നു. ഹാസ്യം കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ഗൗരവമുള്ള വേഷങ്ങളും തനിക്കിണങ്ങുമെന്ന സൂചനകൾ അദ്ദേഹം നൽകിക്കൊണ്ടേയിരുന്നു. അത് കൂടുതൽ വ്യക്തമായത് ഡോക്ടർ ബിജു സംവിധാനം നിർവഹിച്ച പേരറിയാത്തവർ എന്ന ചിത്രത്തിലൂടെയാണ്. ഒരു മുനിസിപ്പൽ തൊഴിലാളിയുടെ നിശബ്ദവും ഗൗരവതരവുമായ ജീവിതം സുരാജ് മികവോടെ അവതരിപ്പിച്ചു. പിതാവിന്റെയും മകന്റെയും ബന്ധം, ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ പിണഞ്ഞുകിടക്കുന്ന വേദനകൾ, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ കൂടുതൽ ഫലവത്തായി വെള്ളിത്തിരയിൽ എത്തുകയായിരുന്നു. ഈ പ്രകടനത്തിനാണ് സുരാജ് 61-ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അംഗീകാരം ലഭിച്ചത്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 3 തവണ മികച്ച ഹാസ്യ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ കലാകാരൻ. ദേശീയ തലത്തിൽ മികച്ച നടനെന്ന ബഹുമതി കൂടി സ്വന്തമായപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന കലാകാരന്റെ കഴിവും പ്രയത്നവും അംഗീകരിക്കപ്പെടുകയായിരുന്നു. ആക്ഷൻ ഹീറോ ബിജുവിലെ അതിഥിവേഷം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ഡ്രൈവിംഗ് ലൈസൻസ്, ജനഗണമന, കുട്ടൻപിള്ളിയുടെ ശിവരാത്രി തുടങ്ങി നിരവധി ചിത്രങ്ങൾ സുരാജിന്റെ അഭിനയ മികവിന് സാക്ഷ്യം വഹിക്കുന്നവയാണ്. അടുത്ത കാലത്ത് പുറത്തുവന്ന മോഹിനിയാട്ടം എന്ന ചിത്രത്തിലെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഇനിയും ഒരുപാട് സിനിമകൾ സുരാജിൻ്റെതായി വരാനുണ്ട്. അവയ്ക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. സുരാജ് വെഞ്ഞാറമൂടിന് സന്തോഷപൂർണമായ പിറന്നാൾ ആശംസകൾ നേരാം.